ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ കാര്യം എങ്ങനെയാണെങ്കിൽ ഇന്ന് ആയുർവേദം നോക്കല്ലേ എന്ന് വിചാരിച്ചാൽ അവിടെയും പ്രശ്നമാണ്. കാരണം ഈ ആയുർവേദിക് മരുന്നിൽ ചുമക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കൂടുതൽ മരുന്നിൻ്റെയും ഒരു കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ തുളസിയാണ്. തുളസിയിൽ അടങ്ങിയിട്ടുള്ള യൂജനോൾ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അത് ലിവറിന് അപകടം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തുളസി നിങ്ങളിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കഫ് സിറപ്പ് എന്നുള്ള നിലയിൽ തുളസിൻ്റെ അടങ്ങിയ കഫ് സിറപ്പാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിലും ഇതും അപകടം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതും ഓവർഡോക്സ് ലിവറിന് ഡാമേജ് ചെയ്യും. ചില ആൾക്കാരൊക്കെ പനീൻ്റെ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറഞ്ഞിട്ട് പാരസ്റ്റമോൾ കഴിക്കും. അതിൻ്റെ കൂടെ കഫ് സിറപ്പായിട്ട് തുളസി അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും കഫ് സിറപ്പും കഴിക്കും. പാരസെറ്റമോളും നമുക്കറിയാം, അതും ഒരു ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ അത് ലിവറിന് ഡാമേജ് ഉണ്ടാക്കും. ഈ തുളസീൻ്റെ കഫ് സിറപ്പും പാരസ്റ്റമോളോടും കഴിച്ചാൽ എന്തായിരിക്കും? അപ്പോൾ ലിവറിന് ഓവർ ഡാമേജ് ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാക്കുക. പിന്നെ തുളസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഗർഭിണികളൊക്കെ കഴിക്കുകയാണെങ്കിൽ അവരുടെ ഗർഭപാത്രം സങ്കോചിക്കാൻ കൂടുതൽ സ്പീഡിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും അപകടം ഉണ്ടാക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഹൃദയാഘാതവും പക്ഷാഘാതമൊക്കെ ഉണ്ടായാൽ കഴിക്കുന്ന ആസ്പിരിൻ, ക്ലോപ്പിഡ്രോഗൽ പോലത്തെ ഗുളികകളും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർശ്വഫലങ്ങളും വർദ്ധിപ്പിക്കാൻ തുളസി കഴിക്കുന്നുണ്ട്. തുളസി അടങ്ങിയ കഫ് സിറപ്പൊക്കെ കഴിക്കുന്നുണ്ട് കാരണമാവും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ചുമയുടെ മരുന്ന് എന്ന് പറഞ്ഞാൽ അത് തീരെ അപകടമില്ലാത്ത എവിടെ നിന്നും പോയി വാങ്ങി കഴിക്കാവുന്നൊരു മരുന്നായിട്ട് കാണരുത്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ അസുഖത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് മാത്രം അതിൻ്റെ മതിയായ ഡോസിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ.